കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു. UGC മാനദണ്ഡങ്ങൾ പ്രകാരം നടന്ന പരീക്ഷകൾ വിജയിച്ച് ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. കലാമണ്ഡലത്തിലെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് RLV ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കലാകാരൻ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും ദീർഘകാലത്തെ അനുഭവ സമ്പത്ത്, വിവാദങ്ങളും വിമർശനങ്ങളും നിറഞ്ഞ വഴിയിലൂടെയുള്ള കഠിനമായ യാത്ര. ഒടുവിൽ RLV രാമകൃഷ്ണന് ഇത് അഭിമാന നേട്ടം. യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. അപ്പോൾ ജോലി എന്നുള്ളത് വലിയ അംഗീകാരം തന്നെയാണ്. അപ്പം ജോലി ഇല്ലെങ്കിലും നമ്മൾ കലാരംഗത്ത് പഠിപ്പിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, എല്ലാ നൃത്ത പരിപാടികളും പങ്കെടുക്കാനുള്ള ആഗ്രഹം, ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മളത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു അക്കാഡമിക്കലി ഒരു അംഗീകാരമാണ് ഒരു കലാമണ്ഡലം പോലെ സ്ഥാപനത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കലാകാരന്റെ ദുരിതം പിടിച്ച യാത്രകളിലൂടെയാണ് ഇവിടെ വരെ എത്തിയതെന്നും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടെന്നും രാമകൃഷ്ണൻ പറയുന്നു. അധ്യാപനത്തിനൊപ്പം കലാകാരൻ എന്ന നിലയിലും തുടർന്ന് പ്രവർത്തിക്കും. നൃത്ത പരിപാടികൾ നമുക്ക് നൃത്തം ചെയ്യാലോ. പരിപാടികൾ ഇവിടുത്തെ ക്ലാസ്സുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് പരിപാടികളെല്ലാം ഇതാണല്ലോ, അപ്പോൾ രാത്രികളിലാണല്ലോ. അപ്പോൾ പിന്നെ നൃത്ത പരിപാടികൾ പറ്റാവുന്ന രീതിയിലുള്ള പരിപാടികൾ തുറന്ന് ചെയ്തു പോകും. കലാമണ്ഡലത്തിന്റെ തുടക്കം മുതലും 2007 കൽപ്പിത സർവകലാശാലയായി ഉയർത്തിയതിനു ശേഷവും വിവിധ നൃത്തകലകൾ സ്ഥാപനത്തിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. എന്നാൽ സർവകലാശാലയുടെ ചരിത്രത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകൻ എന്നുള്ളതാണ് രാമകൃഷ്ണന്റെ നേട്ടം. കലാമണ്ഡലം സെലിബ്രിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസിന് എപ്പോഴും അങ്ങനെ ധാരാളം സെലിബ്രിറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. അങ്ങനെയുള്ള ധാരാളം സെലിബ്രിറ്റീസിന് ഇവിടെ എംപ്ലോയിഡ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു ആൾവേസ് വി വെൽക്കം സെലിബ്രിറ്റീസ് ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനത്തിൽ ഒഴിവ് വന്ന 25 അധ്യാപക തസ്തികകളിലേക്ക് 2 മാസം മുൻപാണ് UGC നിർദ്ദേശപ്രകാരം അപേക്ഷകൾ ക്ഷണിച്ചത്. രാമകൃഷ്ണനൊപ്പം യോഗ്യതാ പരീക്ഷകൾ വിജയിച്ച മറ്റ് 8 പേരും ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു. ബാക്കിയുള്ള തസ്തികകളിലേക്കും വേഗത്തിൽ നിയമനം പൂർത്തിയാക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.